ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻസി അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ജേർണിയിൽ നമ്മുടെ ഡേ ടു ഡേ കോൺവെർസേഷൻസിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന കുറച്ച് കോൺവെർസേഷണൽ ബിറ്റ്സ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ഫെയ്ത്ത് ആണ്. ഈ ഫെയ്ത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പം നമുക്ക് ഉപയോഗിക്കാവുന്ന കുറച്ച് സംഭാഷണ ശകലങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമതായി, ഐ എം എ സ്റ്റോഞ്ച് ബിലീവർ ഇൻ ഗോഡ്. STAUNCH. ഐ എം എ സ്റ്റോഞ്ച് ബിലീവർ ഇൻ ഗോഡ് എന്ന് പറയുമ്പം ഞാൻ ദൈവത്തിൽ അടിയുറച്ച ഒരു വിശ്വാസിയാണ്. ഇനി അടുത്തത്, ഐ എം ആൻ ആർഡൻറ്റ് ബിലീവർ ഓഫ് ക്രൈസ്റ്റ്. ഐ എം ആൻ ആർഡൻറ്റ്, ARDENT, ആർഡൻറ്റ് ബിലീവർ ഓഫ് ക്രൈസ്റ്റ്. ഇത് നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് നിങ്ങൾക്ക് പ്രോഫറ്റ് മുഹമ്മദ് എന്നോ ലോർഡ് കൃഷ്ണ എന്നൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ആർഡൻറ്റ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഡെപ്ത് അല്ലെങ്കിൽ തീവ്രതയാണ്. മൂന്നാമതായി, ഇനി നമുക്കൊരു ഭക്തിയാണ് അല്ലെങ്കിൽ ഭക്തനാണെന്നാണ് പറയേണ്ടതെന്ന് വിചാരിക്കും. അപ്പം ഐ എം എ ഡിവോട്ടി ഓഫ് സെയിൻറ്റ് ആൻ്റണീസ്. ഞാൻ സെയിൻറ്റ് ആൻ്റണീസിൻ്റെ ഒരു ഭക്തയാണ് അല്ലെങ്കിൽ ഭക്തനാണ്. DEVOTEE എന്നുള്ള വേർഡാണ്, ഡിവോട്ടി എന്നുള്ള വേർഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നാലാമതായി, ഐ ക്യാൻ കംപ്ലീറ്റ്ലി റിലൈ ഓൺ മൈ ഗോഡ്. എനിക്ക് എൻ്റെ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കാം. ഐ ക്യാൻ കംപ്ലീറ്റ്ലി റിലൈ ഓൺ മൈ ഗോഡ്. RELY, ആശ്രയിക്കുക എന്നുള്ള വേർഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഐ ക്യാൻ കംപ്ലീറ്റ്ലി റിലൈ ഓൺ മൈ ഗോഡ്. അഞ്ചാമതായി നമുക്ക് പറയാവുന്നതാണ്, ഐ നോ ദാറ്റ് മൈ പ്രേയേഴ്സ് വിൽ നോട്ട് ഗോ ഇൻ വെയിൻ. ഐ നോ ദാറ്റ് മൈ പ്രേയേഴ്സ് വിൽ നോട്ട് ഗോ ഇൻ വെയിൻ. ഗോ ഇൻ വെയിൻ എന്നുള്ള ഫ്രേസാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ എനിക്കറിയാം എൻ്റെ പ്രാർത്ഥനകളൊന്നും ഒരിക്കലും വിഫലമാകില്ല എന്ന്.